ഹലോ ഹായ്, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 2 മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചായയും സമൂസയും കുറച്ച് ഐറ്റംസും ഒക്കെ വാങ്ങി. മെഹറാൻ്റെ ഐറ്റംസ് പ്രത്യേകിച്ച് അവൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ പോകുന്നത് ഉപ്പാൻ്റെ വില്ലയിലേക്കാണ്. ഉപ്പാൻ്റെ വില്ല എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മറ്റേ എൻട്രി കാർഡ് വേണം. അപ്പോൾ എൻട്രി കാർഡ് കൊണ്ടുതരാൻ വേണ്ടി കേട്ടോ ഇപ്പോൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ എൻട്രി കാർഡൊക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ അവിടത്തേക്ക് എൻട്രി ചെയ്യാൻ പോവാട്ടോ. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഉപ്പ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പയും നമ്മൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും. ഉപ്പ പറയുന്നുണ്ട് നിങ്ങൾക്ക് വട്ടാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗായ്സ് ഇതെൻ്റെ ഉപ്പയാണ്, ഗായ്സ് ഇതെൻ്റെ ഉമ്മയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ മൊത്തം സപ്പോർട്ടായിട്ടോ. ഉപ്പ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയും നിനക്ക് വട്ടാന്ന്. പക്ഷെ ഉമ്മ അങ്ങനെയല്ല കേട്ടോ. ഉമ്മ പറയും നിനക്കത് വീഡിയോ എടുത്തൂടെ, നിനക്കിത് വീഡിയോ എടുത്തൂടെ, എനിക്ക് ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയും. ഇപ്പോൾ ഉമ്മക്ക് നമ്മൾ സമൂസൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. നമ്മളവിടെ കുറച്ച് ടൈം റൂമിൽ നിന്നിട്ടുണ്ടായി. റൂമിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ബീച്ചിലേക്ക് പോയത് കേട്ടോ. പിന്നെ നമ്മൾ പ്ലാനിങ് ഇട്ടിട്ടുണ്ടായി. നമ്മൾ ഗോൾഫ് കാറിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ പ്ലാനിങ് ഇടാണ് ബക്കറ്റ് എടുക്കണം, സഞ്ചി എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ പറഞ്ഞു നിങ്ങൾ ആദ്യം മീൻ കിട്ടോ നോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇവിടുന്ന് കുറച്ച് പോവാനുണ്ട് ബീച്ചിലേക്ക്. ഇവിടുന്ന് ഏകദേശം എല്ലാ സ്ഥലവും ഒരുപോലെയാണ് കേട്ടോ. ഇവിടുത്തെ വില്ലാസ് ആയാലും അല്ലെങ്കിൽ പാർക്കായാലും എന്തൊക്കെ ആയാലും ഇവിടെ ഏകദേശം എല്ലാം ഒരുപോലെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിക്ക് ഭയങ്കര രസമാണ്. ഗായ്സ്, അപ്പം നമ്മളെ കൂടെ ഒരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു പൂച്ചസാറുണ്ട്. പൂച്ചസാറ് നമ്മളെ കയ്യിൽ ഫിഷിംഗ് ടൂൾസൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മളെ പിറകെ വന്ന്. ഇനി ആൾക്കുള്ള ഷെയറും കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി നമുക്കുള്ള ഷെയറിന് കിട്ടുമെന്ന് അറിയില്ല. ഇനി ആൾക്കുള്ള ഷെയറും കൂടി നമ്മളിപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ എത്തി കുറച്ച് നടക്കാനുണ്ട്. ഇനി അവിടെ നിന്ന് ഇപ്പോൾ ബീച്ചിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാട്ടോ. അവിടെയുള്ള വ്യൂ അടിപൊളിയാണ്. കുറേ വില്ലാസിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരുന്നു ഈ ബീച്ച് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കല്ലൊക്കെ ഇട്ട് ബീച്ചിൻ്റെ സൈഡ് ഒരു കല്ലിട്ട ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് എന്നിട്ട് നമ്മൾ ഫിഷ് ചെയ്യാൻ വേണ്ടിക്ക് പോകുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇടുന്ന ഫിഷിങ്. അപ്പോൾ ഉപ്പയാണ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. ഇട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്നിട്ടാണ് ഉണ്ടായത്. നാട്ടിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഇരുന്നാൽ പോലും ഒരു ഫിഷിനെ പോലും കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരുപാട് നാട്ടിലുള്ള ടൈമിൽ നൈറ്റിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ കുറേ കിട്ടുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈം ഉമ്മ മെഹറാനെയും സമീറിനെയും എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുക കേട്ടോ. അർഷാദ് ഇങ്ങനെ പറയാം ഞാൻ വലിയ മീനിങ്ങനെ പിടിക്കുമെന്ന്.
ചെറ്റാം ഇത് കേറുന്ന അത്ഭുതം. അത് തിന്നിട്ട് അരമണിക്കൂറായി. പിന്നെ മീനൊക്കെ പിടിച്ച് ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ റൂമിലെത്തി അവിടെ തന്നെ നേരെ ഫിഷ് വാഷ് ചെയ്യാൻ വേണ്ടിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായി. ഇത്രയും ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് നല്ല ബിരിയാണിയൊക്കെ ആക്കാൻ പറ്റിയ പീസാക്കിയിട്ട് നമ്മളത് സ്ലൈഡ്സായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിക്ക് വെച്ച്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൽ പോയിട്ട് നല്ല ചോറും നല്ല ഫ്രൈയും നല്ല ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്ന്. സാമ്പാർ ഉമ്മ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടാട്ടോ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചമ്മന്തിൻ്റെ. അപ്പോൾ ഞാൻ അതും കൂടി ആക്കി. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വ്ളോഗുമായി ഇനിയും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.